ഹലോ, ഞാനിന്ന് നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും വലിയ പാസഞ്ചർ വെഹിക്കിൾ ഷോറൂമായ ലക്സൺ ടാറ്റ നാഗമ്പടം കോട്ടയത്താണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് Harrier.ev. വളരെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എക്സ്ട്രീം പെർഫോമൻസ് നമ്മൾ വൈറലായ ആഡിൽ കൂടെ കണ്ട വാഹനമാണ്. ഇതിൻ്റെ കുറച്ച് ക്വിക്ക് ഫാക്ട്സ് നമുക്ക് നോക്കാം. ആനപ്പാറ ഒരു വാഹനവും ചെന്ന് എത്തിപ്പെടാത്ത ആ ഒരു ടെറൈൻ കോൺകർ ചെയ്ത വാഹനം. ഇതാണ് .ev-യുടെ കീ. ഇതിൽ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ട് നമുക്ക് ഇവിടെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള വെഹിക്കിൾ, ടാറ്റയുടെ ആ ബിൽഡ് ക്വാളിറ്റി നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് 0 to 100 എത്താൻ വെറും 6.3 സെക്കൻഡ്സ് മതി. ഈ ഒരു നോബ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് പല ടെറൈൻസിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ്. കസ്റ്റം, നോർമൽ, വെറ്റ്, റഫ്. പിന്നെ ഈ ഒരു യൂണിറ്റും ഇതും ടച്ചാണ്. ഇതിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആക്ടിവേറ്റ് ആകും. ലേറ്റസ്റ്റ് ടാറ്റ വെഹിക്കിൾസിനെല്ലാം വരുന്നത് പോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഭയങ്കര ഒരു എക്സ്ട്രാ പ്രീമിയം ഒരു ഫീലാണ് തരുന്നത്. സ്റ്റിയറിംഗിൽ തന്നെയാണ് അഡാസിൻ്റെ കൺട്രോൾ. ഇത് ജസ്റ്റ് കൺട്രോൾ ഉണ്ട്. Harrier.ev ഒരു ഓഫ് റോഡ് എന്തൂസിയാസ്റ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഹലോ, ഞാനിന്ന് നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും വലിയ പാസഞ്ചർ വെഹിക്കിൾ ഷോറൂമായ ലക്സൺ ടാറ്റ നാഗമ്പടം കോട്ടയത്താണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് Harrier.ev. വളരെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എക്സ്ട്രീം പെർഫോമൻസ് നമ്മൾ വൈറലായ ആഡിൽ കൂടെ കണ്ട വാഹനമാണ്. ഇതിൻ്റെ കുറച്ച് ക്വിക്ക് ഫാക്ട്സ് നമുക്ക് നോക്കാം. ആനപ്പാറ ഒരു വാഹനവും ചെന്ന് എത്തിപ്പെടാത്ത ആ ഒരു ടെറൈൻ കോൺകർ ചെയ്ത വാഹനം. ഇതാണ് .ev-യുടെ കീ. ഇതിൽ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ട് നമുക്ക് ഇവിടെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള